ഓക്കെ. ലെഫ്റ്റ് എന്നോ റൈറ്റ് എന്നോ വേർതിരിവില്ലാതെ ന്യൂസ് റൂം എന്ന റോഡിന്റെ നടുവിലൂടെ സഞ്ചരിക്കുന്നയാളാണ് ഞാൻ. ശരി, വളരെ ശരി, ശരിയോട് ശരി. അതാണ് സ്വയം ചേട്ടന് എന്താണ് അതിനകത്ത് അഭിപ്രായമുള്ളത്? ഒരു നടുവിലൂടെ സഞ്ചരിക്കുന്നത് പറ്റില്ല. ഏറ്റവും കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നം. ഇന്ന് തന്നെ കുറെ ആൾക്കാർ അവിടെ കഷ്ടപ്പെടുകയാണ് വെള്ളമില്ലാതെ ഈ ദിവസങ്ങളിൽ. അപ്പൊ നമ്മളൊരു ആ വിഷയത്തിൽ ചർച്ച നിൽക്കുകയാണ്. നമ്മൾക്ക് നടുവിലൂടെ പോകാൻ പറ്റില്ല, നമുക്ക് അവരോട് നിൽക്കാൻ പറ്റുള്ളൂ. അതൊരു ആദിവാസി പ്രശ്നം. മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലേ നമുക്ക് അവരോട് പക്ഷം പിടിച്ചേ പറ്റുള്ളൂ. അപ്പോ നീതി അനീതി രണ്ട് സംഭവം ഉണ്ടാവും. നമുക്ക് നീതിയോട് നിൽക്കാൻ പറ്റുള്ളൂ, അന്യോട് നിൽക്കാൻ പറ്റില്ല. അപ്പൊ ബയാസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഞാൻ ബയാസ്ഡ് ആണ്. ഞാൻ ബയാസ്ഡ് ആണ്. ഞാൻ പറഞ്ഞത് ഞാൻ ബയാസ്ഡ് ആണ്. അത് മനുഷ്യന് വേണ്ടിയുള്ള ബയാസാണ് ഞാൻ പറയും. ഇത്രക്ക് എളുപ്പമായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നതാരും അറിയില്ല. ചാർലി ചാപ്ലിൻ. ചർച്ചകൾക്കിടയിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം, കാരണം എന്റെ സുന്ദരമായ ചിരി വേറൊരുത്തരെയും കാണിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഹാഷ്മി. ശരി, വളരെ ശരി, ശരിയോട് ശരി. അല്ല കേട്ടോ, സത്യമായിട്ടും അല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ ഇഷ്ടമാണ്. ഇപ്പൊ ചർച്ചകളിൽ സീരിയസ് അല്ലാത്തൊരു കാര്യം പറയാൻ ഞാൻ ചിരിക്കാറുണ്ട്. ഇനി സീരിയസ് സ്ഥാനത്തിനകത്ത് തന്നെ ഒരാളൊരു മണ്ടത്തരം പറയുകയാണെങ്കിൽ ഞാൻ ചിരിക്കും, അറിയാതെ ചിരിക്കും. ചർച്ച ഗൗരവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ അറിയാൻ ചിരിക്കും. ഉള്ളിൽ ദേഷ്യമാണോ ഇപ്പൊ മുഖത്ത് ദേഷ്യം കാണും, ഉള്ളിൽ ചിരിയാണോ മുഖത്ത് ചിരി കാണും. അങ്ങനെ ചിരിക്കാറുണ്ട്. ചർച്ചകൾ ഞാൻ ചിരിക്കാറുണ്ട്. പൊതുവിൽ നമ്മൾ ഈ വാർത്ത നമ്മളെ ബാധിക്കരുതെന്ന് പറയാറുണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. ചില വാർത്ത എന്നെ ബാധിക്കാറുണ്ട്. ഞാൻ ആ വാർത്തയിൽ നിന്നുകൊണ്ടാണ്, വാർത്തയിൽ ജീവിച്ചുകൊണ്ടേ ഞാൻ ചർച്ച ചെയ്യാറുള്ളൂ. അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുള്ള ദേഷ്യമാവട്ടെ എന്തുമായാലും അങ്ങനെ മുഖത്ത് വരുന്നതാണ്. അല്ലാതെ അത് ചർച്ച കഴിയുന്നതോടുകൂടി ഈ പറഞ്ഞ അതിഥികളൊക്കെ എന്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ചർച്ച കാരണം ഒരാൾ പിണങ്ങിപ്പോയി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഓ, അത് ശരി. ഒരെണ്ണം കൂടെ ഉള്ളൂ. അതോടുകൂടി ടാസ്ക് അങ്ങ് പോകും. എന്താണ്? രക്തദാഹിയായ ഡ്രാക്കുള. ചർച്ചയ്ക്കെത്തുന്നവരെ വാക്കുകളാൽ പിച്ച് ചീന്തുന്ന ന്യൂസ് റൂമിലെ ഡ്രാക്കുളയായ ഹാഷ്മി എന്ന ഞാൻ മാറാറുണ്ട്. ശരി, വളരെ ശരി, ശരിയോട് ശരി. അങ്ങനെ ഞാൻ ആവാറുണ്ടോ? ശരി. ന്യൂസ് റൂമിലെ ഡ്രാക്കുളയാണ് സത്യത്തിലെ ചേട്ടൻ. എന്താ പറയുക, നമ്മളിപ്പം ചില വിഷയങ്ങളിൽ വന്നിരിക്കുന്ന ആൾക്കാരെ ചോദിക്കാനുള്ളത് ചോദിച്ചിട്ടുണ്ട് ഞാൻ. എന്താണ് സീരിയസ് ആയിട്ട് തന്നെ, എന്താണ് ഇന്റർവ്യൂ ആയിട്ട് തന്നെ കർശനമായി തന്നെ ചോദിക്കാറുണ്ട്. അതിൽ യാതൊരു വിട്ടുവീഴ്ച കാണിക്കാറില്ല. നമുക്ക് കിട്ടേണ്ട ഒരു ഉത്തരത്തിലോട്ട്, കിട്ടേണ്ട ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നീതിയുടെ ഉത്തരം ഉണ്ടല്ലോ, അതിലോട്ട് അവർ മിക്കവാറും എത്തണമെന്നില്ല, അത് എന്നാൽ പോലും എത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഞാൻ പൊതുവെ ഒരു നെഗറ്റീവ് പറയട്ടെ, ചർച്ചകളൊന്നും നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ചെയ്യാറില്ല എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം ഒന്നിലും ഒരു ആൻസർ ഇല്ലാതെ ഇങ്ങനെ കുറെ പേര് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു അവസ്ഥയായിട്ട് മാറാറുണ്ട്. ശരിയാണ്. അപ്പൊ പിന്നെ ഈ ചർച്ചകൾക്ക് എന്താണ് അർത്ഥമുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ ഒരു 10-30% ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നുണ്ട്. 50% പോലും ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ ഉള്ള സത്യമാണ്. ഇപ്പൊ ചില വിഷയങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ ദിലീപ് സമയത്തെ ചർച്ചകളിൽ അങ്ങനെ ഒരു കൺക്ലൂഷൻ എത്താറില്ല. എന്നാൽ 10-ൽ ഒരു 3-4 ചർച്ചകളെങ്കിലും നമുക്ക് ഭയങ്കര പ്രൊഡക്റ്റീവ് ഒരു സാധനം കൊടുക്കാൻ പറ്റി.